ഫസ്റ്റ് ഡേ ദേശോത്സവം കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിറ്റത്തെ ദിവസം ദേശോത്സവം കാണാൻ വേണ്ടിയിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതാ കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇന്ന് നേരൊക്കെ വൈകിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോണ വഴിയിലൂടെയൊക്കെ അത് വരവും കാര്യങ്ങളൊക്കെ പോയോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ആ കരടീനൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ പൂരത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴല്ലേ ഇതിങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ, പണ്ടൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പാടത്ത്. പിന്നെ ഒട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് കണ്ടിട്ട് വലിയ അത്ഭുതമൊക്കെ ആയിരുന്നു. ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ പാടത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എവിടെ പോയാലും ആദ്യം ഒരു ചായയിൽ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പൊരിക്കടി പൂജിട്ടിട്ടാണ്. പിന്നെ കോളിഫ്ലവർ ബജി അത് ഇതൊക്കെ ആയിട്ട് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ താട്ടനും അവൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ദേശോത്സവം. പിന്നെ അവനോട് നിന്ന് കുറച്ച് പേരൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ ഈ കാക്ക ഞങ്ങളുടെ കക്കഞ്ചറുള്ളയാണ് കേട്ടോ, എൻ്റെ നാട്ടിലുള്ളതാണ്, അയൽവാസിയാണ്. അപ്പോൾ കാക്കാനോടും കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേശോത്സവം കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ഈ കളി നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ദഫുമുട്ട് എന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ വരവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിരുന്നു കേട്ടോ. ഇരിക്കാൻ സീറ്റ് കിട്ടിയതാണ് ഏറ്റവും നന്നായത്. എന്താ വെച്ചാൽ ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കരടിക്കുട്ടിമാരൊക്കെ വന്നപ്പോഴേക്കും കുട്ടികൾ പേടിച്ച് കരഞ്ഞ് ബഹളം വെച്ചിട്ട് ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വിറ്റാളാണെങ്കിൽ ഇപ്പോൾ അന്ന് പോകണമില്ല കേട്ടോ. ഈ പേടി കാണുമ്പോൾ ഇവർ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊക്കെ ആസ്വദിക്കാൻ പറ്റും, പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അമ്പൊക്കെ കരഞ്ഞ് നില വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ 2-3 വരവൊക്കെ കണ്ടപ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ശരണക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ 12 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ പിന്നെ എല്ലാ വരവുകളൊന്നും കാണാൻ വേണ്ടിയിട്ട് നിന്നില്ലേ, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ബ്ലോക്കും കാര്യങ്ങളൊക്കെ അസാധ്യമായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ അവിടെ കുറച്ച് നേരം തെണ്ടി തിരിഞ്ഞ് നടന്ന ബ്ലോക്കൊക്കെ കണ്ടപ്പോൾ ഒന്നും വാങ്ങിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേർക്കൊന്നും ഒരാൾക്കും ഒന്നും വേണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.